തിരുവനന്തപുരം പാറശാല SHO P. അനിൽകുമാർ ഓടിച്ച വാഹനം ഇടിച്ച് വയോധികൻ മരിച്ച കേസ് ക്രൈംബ്രാഞ്ചിന് വിട്ടു. തിരുവനന്തപുരം ജില്ലാ ക്രൈംബ്രാഞ്ച് DYSP വിനുകുമാറിനാണ് അന്വേഷണ ചുമതല. വകുപ്പ് തല നടപടികളുമായി ബന്ധപ്പെട്ട തുടർ അന്വേഷണത്തിന് നാർക്കോട്ടിക് സെൽ DYSP പ്രദീപിനെ ചുമതലപ്പെടുത്തി. പ്രതി അനിൽകുമാർ നിലവിൽ ഒളിവിലാണ്. മനീഷ് മക്യുപാൽ ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. മനീഷ്, P. അനിൽകുമാർ മുൻകൂർ ജാമ്യത്തിന് ശ്രമം തുടങ്ങി എന്നുൾപ്പെടെ വാർത്തയുണ്ടായിരുന്നല്ലോ, എന്തൊക്കെയാണ് വിവരങ്ങൾ മനീഷ്? ഉന്മേഷ്, ഇപ്പോഴും അനിൽകുമാറിനെ പിടികൂടാൻ സാധിച്ചിട്ടില്ല എന്നാണ് പോലീസ് നൽകുന്ന വിശദീകരണം. ഇയാൾ ഒളിവിലാണ്. അപ്പോഴും ഇയാൾ ഈ മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ശ്രമവും അതേ സാഹചര്യത്തിൽ തന്നെ നടത്തുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് അതായത് ഈ കേസിൽ തുടക്കം മുതൽ തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്നും അനിൽകുമാറിനെ സംരക്ഷിക്കാനുള്ള ചില ശ്രമങ്ങൾ ഉണ്ടായി എന്ന ആക്ഷേപം ഉയർന്നിരുന്നു. കഴിഞ്ഞ 7-ാം തീയതി ഉണ്ടായ സംഭവത്തിൽ ഒരാഴ്ചയ്ക്ക് ശേഷമാണ് കിളിമാനൂർ പോലീസ് സംഭവം അന്വേഷിച്ച് ഇത് അനിൽകുമാർ ആണെന്ന വിവരം തന്നെ നേരത്തെ തന്നെ കണ്ടെത്തിയിട്ടും വിവരം മറച്ചു. പിന്നീട് മാധ്യമങ്ങളിൽ വാർത്തയായപ്പോഴാണ് ഇത് സംബന്ധിച്ച കാര്യങ്ങളിൽ വകുപ്പ് തല നടപടി അടക്കം ഉണ്ടായത്. പിന്നീട് ഈ കേസിൽ ഒരു CI റാങ്കിലുള്ള ഉദ്യോഗസ്ഥനായതുകൊണ്ട് തന്നെയാണ് അത് ജില്ലാ ക്രൈംബ്രാഞ്ചിന് കൈമാറുന്നത്. DYSP വിനുകുമാറിന് അന്വേഷണ ചുമതല കൂടി കൈമാറിയിട്ടുള്ളത്. നേരത്തെ ഇന്നലെയാണ് ദക്ഷിണ മേഖല IG ശ്യാം സുന്ദർ അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്തുള്ള ഉത്തരവ് പുറത്തിറക്കിയിട്ടുള്ള ഗുരുതരമായിട്ടുള്ള വീഴ്ച ഈ ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്നുണ്ടായി. അതായത് ഒരാളെ വാഹനം അലക്ഷ്യമായി അമിത വേഗത്തിൽ വാഹനം ഓടിച്ച് അവിടെ ഇടിച്ചിട്ട ശേഷം പിന്നീട് തിരിഞ്ഞു നോക്കാതെ വാഹനം എടുത്തുകൊണ്ട് പോവുകയായിരുന്നു. അത്തരത്തിലൊരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ഭാഗത്ത് ഉണ്ടാകാൻ പാടില്ലാത്ത നടപടി ഉണ്ടായി. ഒപ്പം തന്നെ തെളിവ് നശിപ്പിക്കൽ അടക്കമുള്ള കാര്യങ്ങളുടെ ഇയാളുടെ ഭാഗത്തുണ്ടായി. പാറശാലയിലെ ഒരു വർക്ക്ഷോപ്പിലെത്തി ഈ വാഹനത്തിന്, അതായത് കേടുപാടുകൾ ഉണ്ടായ അപകടം സംഭവിച്ച വാഹനത്തിന്റെ മുൻഭാഗത്തെ ഇടതുവശത്തെ മിറർ തകർന്നു പോയിരുന്നു. ഇത് ഈ പാറശാലയിലെ വർക്ക്ഷോപ്പിലെത്തി അത് നന്നാക്കിയിരുന്നു. ഇത് തെളിവ് നശിപ്പിക്കലിന്റെ ഭാഗമാണ്. അത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ ചുമത്തി, ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് നിലവിൽ ഇയാൾക്കെതിരെ FIR ഉള്ളത്. ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ഈ കേസ് അന്വേഷിച്ചു വരികയാണ്. ഇതിന്റെ അടുത്ത ഘട്ട വകുപ്പ് നടപടികൾ അടക്കമുള്ള കാര്യങ്ങൾ കൂടി ഉണ്ടാകും. ഈ അനിൽകുമാറിനെ സംബന്ധിച്ച് പിടികൂടാത്തതിനെ സംബന്ധിച്ചും വലിയ ആക്ഷേപമാണ് നിലവിൽ ഉയരുന്നത്. അനിൽകുമാറിന് ജാമ്യം, ഇത് കോടതിയുമായി ബന്ധപ്പെട്ടാൽ പോലും ജാമ്യം ലഭിക്കാനുള്ള സാധ്യത വളരെ വിരളമാണ്. ശരി, മനീഷ് മക്യുപാലാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.